ഈ സൈക്കോളജിയിൽ രണ്ടാം ലോക മഹായുദ്ധം വരെ സൈക്കോളജി എന്ന് പറയുമ്പോൾ ആളുകൾ കരുതിയിരുന്നത് മാനസിക രോഗം, മനോരോഗങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ, അല്ലെ മാനസിക പ്രശ്നങ്ങളുള്ളവർ കാണേണ്ട ആളുകൾ, അങ്ങനെയായിരുന്നു സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ എല്ലാം കരുതിയിരുന്നത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന APIയുടെ മാർട്ടിൻ ഇ സെലിഗ്മാൻ എന്ന വ്യക്തിയാണ്, സൈക്കോളജിസ്റ്റാണ്, പോസിറ്റീവ് സൈക്കോളജി എന്ന ഒരു മനഃശാസ്ത്ര ശാഖയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ പ്രസാദാത്മക മനഃശാസ്ത്രം. അപ്പോൾ ഈ പ്രസാദാത്മക മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ പ്രസാദാത്മക അല്ലെങ്കിൽ പ്രചോദനാത്മക പുസ്തകങ്ങൾ, അല്ലെ മോട്ടിവേഷണൽ ബുക്സ്. പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ലക്ഷ്യം തന്നെ അതുവരെ ആളുകളുടെ പ്രശ്നങ്ങൾ, ആളുകളുടെ പോരായ്മകൾ, ആളുകളുടെ കുറവുകൾ, ആളുകളുടെ വൈകല്യങ്ങൾ, അതിനെ ഫോക്കസ് ചെയ്യുന്നതായിരുന്നു പലപ്പോഴും മനഃശാസ്ത്രവും മറ്റുമെല്ലാം. പക്ഷേ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ആവിർഭാവത്തോടെ, മനഃശാസ്ത്രത്തിലെ ഒരു ശാഖയോടുകൂടി ആളുകളുടെ കഴിവ്, ആളുകളുടെ സ്ട്രെങ്തിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ, അവരിലെ നന്മയെ ജ്വലിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് കൂടുതൽ പ്രത്യാശ പകരുന്ന, അവരുടെ ജീവിതത്തിലെ സങ്കട അവസ്ഥകളിൽ, വിഷമഘട്ടങ്ങളിൽ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ അവരെ എംപവർ ചെയ്യുന്ന, ശാക്തീകരിക്കുന്ന, അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മനഃശാസ്ത്ര ശാഖ തന്നെ വന്നു, പോസിറ്റീവ് സൈക്കോളജി. ആ ശാഖയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ പ്രസാദാത്മകത, അല്ലെ പ്രചോദനാത്മകത. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രചോദനാത്മക സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. കേവലം ഏതെങ്കിലും ഒരു ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥ പറയുക എന്നതിലല്ല അത് നിൽക്കുന്നത്. മറിച്ച് പ്രചോദനാത്മക സാഹിത്യം, പ്രചോദനാത്മകമായിട്ടുള്ള ജീവിതം, അതിൽ വിജയം മാത്രമല്ലുള്ളത്. ഇന്ന് ലോകത്ത് വിജയം വരിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വിജയത്തിലേക്കുള്ള പാതയിൽ പലപ്പോഴും അവർ പരാജയങ്ങളെ നേരിട്ടിട്ടുണ്ട്, തിരിച്ചടികളെ നേരിട്ടിട്ടുണ്ട്, അപമാനങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളെയും നേരിട്ടുകൊണ്ട് അവയെ ഇന്ധനമാക്കിക്കൊണ്ട് ജീവിത വിജയത്തിലേക്ക് വന്നവരാണ് ഓരോരുത്തരും. അതുകൊണ്ട് പ്രചോദനാത്മക സാഹിത്യത്തിൽ ആളുകളുടെ പരാജയങ്ങളെ കൂടെ പഠിക്കുന്നുണ്ട്. കാരണം നമ്മൾ വിജയം മാത്രം നോക്കുമ്പോൾ അത് ഒരു വസ്തുവിൻ്റെ, അല്ലെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മറിച്ച് അവരുടെ പരാജയം, എങ്ങനെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അവർ നേരിട്ടു, അപ്പോൾ ആ പ്രതിസന്ധികളെ എങ്ങനെ നേരിട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും. ഇപ്പോൾ പല മനഃശാസ്ത്ര ശാഖകളുണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ്, അല്ലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഇതിലെല്ലാം പറയുന്നത് ഏതൊരാളുടെയും ജീവിതത്തിൽ, അത് കുടുംബ ബന്ധങ്ങളിലാകട്ടെ, ജോലിയിലാകട്ടെ, മറ്റ് ബിസിനസ്സിലാകട്ടെ, മറ്റേത് മേഖലയിലും ആകട്ടെ, അവർ വിജയകരമായി ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്താൽ അവിടെ നമുക്ക് അവർ നേടിയെടുത്ത ആ ഒരു വിജയം, അത് കുടുംബ ബന്ധങ്ങളിലെ ഒരു തകർച്ചയാകാം, അല്ലെ ഒരു ബിസിനസ്സിലെ ഒരു ഏതെങ്കിലും പരാജയത്തിൽ നിന്നുള്ള ഒരു വിജയമാകാം, അതല്ലെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങളാകാം, അല്ലെ മാനസിക സംഘർഷങ്ങളാകാം, ടെൻഷൻ, സ്ട്രെസ്സ്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ആ വിജയത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ കോപ്പി ചെയ്താൽ നമുക്കും ആ വിജയം നേടിയെടുക്കാമെന്നാണ് ഈ മനഃശാസ്ത്ര ശാഖകൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് പ്രചോദനാത്മക സാഹിത്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ വെച്ച് എൻ്റെ ഒരു പുസ്തകം കൂടി ഇവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. റീഡിസൈൻ ചെയ്യാം ചിന്തകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇന്ന് 3 മണിക്കാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം. അപ്പോൾ പ്രചോദനാത്മക പുസ്തകങ്ങളിൽ കേവലം നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഒരു മാറ്റമല്ല ഫോക്കസ് ചെയ്യുന്നത്. ബാഹ്യമായ മാറ്റം വേണം, നമ്മളുടെ ഡ്രസ്സ്, നടത്തം, നമ്മളുടെ സംസാര ശൈലി. പക്ഷേ അതിന് ആത്യന്തികമായിട്ട് ബാഹ്യമായിട്ടുള്ള മാറ്റം ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തി ആ വ്യക്തിയെ സന്തോഷത്തിലേക്കും ജീവിത വിജയത്തിലേക്കും ഉയർച്ചയിലേക്കും നയിക്കണമെങ്കിൽ ആന്തരിക ഭാവങ്ങളിൽ മാറ്റം വേണം. പലപ്പോഴും ചില കുടുംബ ബന്ധങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ സന്തോഷം കാണിക്കുന്ന ദമ്പതികൾ, പക്ഷേ അവരിൽ ചിലരെങ്കിലും പിന്നീട് വിവാഹമോചനത്തിലേക്കുമൊക്കെ കടന്നു പോകുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ആന്തരികമായിട്ടുള്ള തലത്തിലുള്ളതല്ല, ബാഹ്യമായിട്ടുള്ള അവരുടെ ചിന്ത, കുടുംബ ബന്ധങ്ങൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, അല്ലെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ആന്തരികമായിട്ടുള്ള ഒരു മാറ്റവും കൂടി, ഇൻട്രിൻസിക് ചേഞ്ച് കൂടി പറഞ്ഞു കൊടുക്കുന്നതാണ് ഓരോ പ്രചോദനാത്മക പുസ്തകങ്ങളും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചിന്തകൾ. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്, ഈ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ റീഡിസൈൻ ചെയ്യാം ചിന്തകൾ. നമ്മുടെ ചിന്തകൾക്കെല്ലാം ഒരു ഫ്രെയിമുണ്ട്, ഒരു ഡിസൈനുണ്ട്, ഒരു പാറ്റേൺ ഓഫ് തോട്ടാണ്.
അപ്പോൾ ഈ ചിന്തകൾ നമ്മൾ ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും സന്തോഷവും എല്ലാം നിശ്ചയിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിവ് ആർജിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. സ്പർശനത്തിലൂടെ, നോട്ടത്തിലൂടെ, കേൾവിയിലൂടെ, ഗന്ധത്തിലൂടെ. ഈ അറിവ് നമ്മൾ ആർജിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന അറിവ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെ, നാഡീവ്യൂഹത്തിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പം അതിനെ നമ്മളുടെ തലച്ചോറ് ഏത് രീതിയിൽ പെർസീവ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും വിജയവും പരാജയവും തകർച്ചയും എല്ലാം നിറയ്ക്കുന്നത്. അപ്പം നമ്മൾ ആർജിക്കുന്ന അറിവുകൾ ഒരു പക്ഷേ ഒരു അറിവിൻ്റെ ഭാഗികമായ അറിവ്, ഒരറിവിൻ്റെ ഒരല്പം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു പക്ഷേ നമ്മുടെ ചിന്തകളും തെറ്റായിട്ട് മാറാം. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അറിവാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അവിടെയും നമ്മുടെ ചിന്തകൾ തെറ്റായിട്ട് മാറാം. ഇനി അതുമല്ല, നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു ചട്ടക്കൂടുണ്ട്. നമ്മൾ അനുഭവങ്ങളുണ്ട്, പലതരത്തിലുള്ള അനുഭവങ്ങൾ. അത് നമ്മളുടെ ഒരു മെൻ്റൽ ഫ്രെയിമായിട്ട് ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ അനുഭവങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രൂപത്തിലാണോ അതനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ സമൂഹത്തെ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ജനറലൈസേഷൻ. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെ ഒരു വിഭാഗം ഒരു തെറ്റ് ചെയ്താൽ ആ വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ അല്ലെ ആ വ്യക്തി മുഴുവൻ അത്തരക്കാരാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു ജനറലൈസേഷൻ. അതൊരു തെറ്റായിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് തോട്ടാണ്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള, ചിലപ്പോൾ നമുക്കിഷ്ടമുള്ള അറിവുകൾ മാത്രം നമ്മൾ സ്വീകരിക്കും, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കും. ഡിലീഷൻ എന്നൊക്കെ സൈക്കോളജിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും പൂർണ്ണമായിട്ടുള്ള അറിവ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന അറിവ് മാത്രം സ്വീകരിക്കുമ്പം ആ അറിവ് വെച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നു, ആളുകളെ കാണുന്നു, ജോലിയിൽ പ്രവർത്തിക്കുന്നു, ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നു. അത് നമ്മളെ പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക്, അസന്തുഷ്ടിയിലേക്ക് ഒക്കെ നയിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചിന്തകളെ ശരിയായ രീതിയിൽ കറക്റ്റ് ചെയ്യാം. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. സ്പർശനം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവുകളുടെ അനുഭവങ്ങളിലൊന്നാണ് സ്പർശനം. ഒരാൾ നമ്മളെ സ്പർശിച്ചാൽ ആ സ്പർശനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, അത് നമ്മൾ അതുവരെ നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന നമ്മളുടെ മുൻകാല അനുഭവങ്ങൾ, ചിന്തകൾ, അതിനെയെല്ലാം കൂടെ ചേർത്താണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നോട്ടമായിരിക്കാം, ഒരു വാക്കായിരിക്കാം. ഇപ്പോൾ ഒരു വാക്ക് തന്നെ, അമ്മ എന്ന വാക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രസാദാത്മകമായിട്ടുള്ള ഒരു വാക്കാണ്, വളരെ നല്ല വാക്കാണ് അമ്മ, മാതൃത്വം. പക്ഷേ അമ്മയിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിട്ട, ജനിച്ചു കഴിഞ്ഞ ഉടനെ അമ്മ ഉപേക്ഷിച്ച, അല്ലെ അമ്മയിൽ നിന്ന് തിക്താനുഭവങ്ങൾ നേരിട്ട ഒരു വ്യക്തി അമ്മ എന്ന് കേട്ടാൽ ആ വ്യക്തിക്ക് ആ മാതൃത്വത്തിൻ്റെ ഒരു മഹനീയമായിട്ടുള്ള ചിന്തയല്ല മനസ്സിലേക്ക് കടന്നു വരുന്നത്, മറിച്ച് ഒരുതരം ഇറിറ്റേഷനായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകളിൽ കറക്റ്റ് ചെയ്യുന്നത്. ലോകത്തിലെ ഒരാളുടെ ജീവിതാനുഭവം തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും അധികം കാണികളുള്ള TV ഷോയുടെ അവതാരിക, ഓപ്ര വിൻഫ്രി TV ചാനൽ എന്ന് പറഞ്ഞ TV ചാനലിൻ്റെ ഉടമസ്ഥ, ലോകത്തിലെ ഏറ്റവും സമ്പന്നയായിട്ടുള്ള ആഫ്രോ അമേരിക്കൻ വംശജ. ഈ ഓപ്ര വിൻഫ്രി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരെ അഭിമുഖം നടത്തുകയും അവരെയെല്ലാം ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ ടൈക്കൂണാണ്, അവതാരികയാണ്. പക്ഷേ ഈ ഓപ്ര വിൻഫ്രിക്ക് ഒരു ഭയമുണ്ട്. ആ ഭയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു, ബലൂൺ പൊട്ടുന്ന ശബ്ദം കേട്ടാൽ അവർ ഭയങ്കരമായിട്ട് ട്രോമാറ്റിക് സിറ്റുവേഷനിലേക്ക് വരും, ഭയങ്കരമായിട്ട് ചകിതയാകും. ബലൂൺ പൊട്ടും. നമ്മൾ നോക്കുമ്പം അമേരിക്കൻ പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, അങ്ങനെ ഭരണത്തിലെ ഉന്നത തലവന്മാരെ ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഈ ഒരു വ്യക്തിക്ക്, ആത്മവിശ്വാസത്തിൻ്റെ ഉയർന്ന ഭാവമായിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് ബലൂൺ പൊട്ടുന്ന കേട്ട പേടിയാണോ? നമ്മൾ ചിരിക്കും, പക്ഷേ ആ വ്യക്തിക്ക് പേടിയാണ്. ഈ ഒരു പേടിക്കൊരു കാരണമുണ്ട്. അവരുടെ ഉള്ളിലെ ഒരു ട്രിഗറിങ് ഫാക്ടർ, ചിന്ത. വളരെ ചെറുപ്പത്തിൽ കൊടും ദാരിദ്ര്യത്തിലായിരുന്നു ഓപ്ര വിൻഫ്രി വളർന്നു വന്നേ. അപ്പം കൊടും തണുപ്പുള്ള മഞ്ഞ് വീണ് കിടക്കുന്ന അമേരിക്കയിൽ ഈ ചണച്ചാക്കുകൾ, ഒരു നല്ല വസ്ത്രം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ചണച്ചാക്കുകൾ മുറിച്ച് ആ ചണച്ചാക്കുകൾ കൊണ്ട് ഫ്രോക്ക് തന്നെയായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. അങ്ങനെ സ്കൂളിലെത്തുമ്പം കൂട്ടുകാരികളൊക്കെ, മറ്റുള്ളവരൊക്കെ കളിയാക്കും. കാപ്പിരി, ആഫ്രിക്കക്കാരി, അല്ലെ അച്ഛൻ ആരെന്നറിയാതെ ജനിച്ചയാളാണ്, അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പേ ജനിച്ച പെൺകുട്ടിയാണ്, ജാരസന്തതി എന്നൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ അവഹേളനങ്ങളേറെ നേരിട്ട പെൺകുട്ടിയാണ്. 9 വയസ്സുള്ളപ്പം ഇതേ പെൺകുട്ടി ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ വെച്ച് അകന്ന ബന്ധത്തിൽപ്പെട്ട ചിലരാൽ
മാനഭംഗപ്പെട്ടു. അവിടെ തൊട്ടടുത്തുള്ള മുറിയിൽ മാനഭംഗത്തിന് ഇരയായ ആ തൊട്ടടുത്തുള്ള മുറിയിൽ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബലൂണുകളെല്ലാം പൊട്ടിച്ച് അവർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അവതാരകയായിട്ട് ആദ്യം പല ചാനലുകളിലൊക്കെ അവസരം ചോദിച്ചു. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ അമേരിക്കക്കാർക്ക് ഇഷ്ടം വെള്ളക്കാരായിട്ടുള്ള അവതാരകരെയാണ്, അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള അവതാരകർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് തിരസ്കരിച്ചു. പക്ഷെ നിരാശപ്പെട്ടില്ല, ഒത്തിരി അന്വേഷിച്ച് അങ്ങനെ അവസാനം ഒരു ചെറിയ ഒരു ലോക്കൽ TV ചാനലിൽ അവതാരകയായി. അവരുടെ പ്രസൻറ്റേഷനൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കൂടുതൽ വലിയ വലിയ ചാനലുകളിലേക്ക് വന്ന് അങ്ങനെ ലോകത്തിലെ ഏറ്റവും കാണികളുള്ള TV ഷോയുടെ തന്നെ അവതാരകയായി മാറി. പക്ഷേ ഈ സമയത്തും അവരുടെ ഉള്ളിലെ ഈ ഭയത്തിൻ്റെ കാരണം ബലൂൺ പൊട്ടുന്ന കേൾക്കുമ്പം അവരുടെ ചിന്തകൾ, നമ്മളെ സംബന്ധിച്ച് ബലൂൺ പൊട്ടുന്നത് കേവലം ഒരു കളിക്കുന്ന ഒരു ഉപകരണം, ഒരു ഉപാധി മാത്രമാണ്. പക്ഷെ അവരുടെ ചിന്തകൾ കടന്നു ചെല്ലുന്നത് 9ാമത്തെ വയസ്സിൽ അവർ നേരിട്ട മാനഭംഗത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളിലേക്കാണ്. അപ്പോൾ ആ ഓർമ്മകൾ പറിച്ചറിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഉള്ളിലും നമുക്ക് പലതരത്തിലുള്ള ഭയങ്ങൾ കാണും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഭയം ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പം, അതുകൊണ്ടാണ് വൈദ്യശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും ഒക്കെ പറയുന്നത് അമ്മയുടെ ഉദരം, ഗർഭിണികളായിട്ടുള്ളവർ ഏറ്റവും സന്തോഷത്തോടെ ആത്മീയതയിലൊക്കെ ആയിരിക്കണം, അല്ലെ ഗർഭാവസ്ഥയിൽ പെട്ടെന്ന് രാത്രിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ ഈ പറയുന്ന പഴമക്കാരും മുതിർന്നവരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഗർഭിണികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് ഒരു വാഴയാടുന്നു, കള്ളനാണോ അല്ലെ മറ്റേതെങ്കിലും ആണെന്ന് ഓർത്ത് ഞെട്ടിയാൽ ആ ഞെട്ടൽ കുട്ടിയിലേക്ക് വരും. അത് പിന്നീട് ഭയമായിട്ട് ഒരു 60 വയസ്സ് 70 വയസ്സായാലും ആ വ്യക്തിയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഭയത്തെ പറിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ മാറ്റം വരുത്തണം. അപ്പോൾ അതിനുള്ള വഴികളാണ് നമ്മളുടെ ഈ ഒരു റീഡിസൈൻ ചെയ്യാൻ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉപബോധ മനസ്സിൽ മാറ്റം വരുത്തിയാലേ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരികയുള്ളൂ. അപ്പോൾ ആ ഓപ്ര വിൻഫ്രിയിൽ മാറ്റം വരുത്താൻ വേണ്ടി ഒരു കാലത്ത് ബലൂൺ പൊട്ടുന്ന ശബ്ദം മാനഭംഗത്തിൻ്റെ ഒരു സിമ്പലായിട്ട്, ട്രിഗറായിട്ട് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ സന്തോഷത്തിൻ്റെ ഒരു സിമ്പലായിട്ട് മാറ്റാൻ മനഃശാസ്ത്രജ്ഞർ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അവരുടെ മീഡിയ ഓഫീസിൻ്റെ 2nd ഫ്ലോറിൽ നിന്ന് എല്ലാവരും അവരെ ഇൻവൈറ്റ് ചെയ്തു. അവർ താഴേക്ക് വരികയാണ്. വരുന്ന സമയത്ത് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാവരും ആ താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് ബലൂണുകൾ അങ്ങ് വീർപ്പിച്ച് നിറച്ചു. എന്നിട്ട് എല്ലാവരും കൈ കൊട്ടിക്കൊണ്ട് പാടാൻ തുടങ്ങി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ പാടിക്കൊണ്ട് ബലൂണുകൾ പൊട്ടിച്ചപ്പോൾ അതുവരെ മനസ്സിൽ ഒരു തിക്താനുഭവത്തിൻ്റെ ദുരന്ത സ്മരണയുടെ ഓർമ്മയുണർത്തുന്ന ആ ശബ്ദം അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു ശബ്ദമായി മാറി. അത് പിന്നീട് ഇതുവരെ ഓപ്ര വിൻഫ്രിക്ക് ബലൂൺ പൊട്ടുന്ന ശബ്ദം ഒരു ഭീകരതയുടെ ഞെട്ടിപ്പിക്കുന്ന ശബ്ദമായി മാറിയിട്ടില്ല. നമ്മുടെ ഉള്ളിലും പലതരത്തിലുള്ള ഭയങ്ങളുണ്ടാകാം, ആത്മവിശ്വാസ കുറവായിരിക്കാം, ഒരു വേദിയിൽ കയറി സംസാരിക്കാനുള്ള പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ നിരാശയായിരിക്കാം, അല്ലെ വലിയ സ്ട്രെസ്സായിരിക്കാം, അല്ലെ എൻ്റെ ജീവിതം ഒരു പരാജയമാണെന്നുള്ളൊരു ചിന്തയായിരിക്കാം, അല്ലെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അവർക്കൊപ്പം എത്തിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു പ്രതിസന്ധിയായിരിക്കാം. അവിടെയെല്ലാം നമ്മളെ ശക്തിപ്പെടുത്താൻ, അതിജീവിക്കാൻ നമുക്ക് കരുത്തു പകരുന്നതാണ് പ്രചോദനാത്മക പുസ്തകങ്ങൾ. നമ്മുടെ കയ്യിലൊരു ബോൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, റബ്ബർ ബോൾ. ആ റബ്ബർ ബോൾ നമ്മൾ നേരെ ഒരു ഭിത്തിയിലേക്ക് എറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും. അതാണ് അതിജീവനശേഷി, റെസീലിയൻസ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ അതിലും വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ പലരും ആത്മഹത്യയിലേക്ക്, ജീവിതം ഇല്ലാതാക്കുന്നതിലേക്ക് പോകും. പക്ഷേ ആ പ്രതിസന്ധികളെ ശരിയായ രീതിയിൽ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. വെറുതെ നേരിട്ടാൽ പോരാ, ശരിയായ രീതിയിൽ നേരിട്ടാൽ അവിടെ നമുക്കൊരു കരുത്താ ലഭിക്കുന്ന ഒരു ശക്തിയാണ്. അതിലും വലിയ പ്രതിസന്ധികൾ, അതാണ് നമ്മുടെ അതിജീവനശേഷി അല്ലെ റെസീലിയൻസ്. ഈ അതിജീവനശേഷി വളർത്താനുള്ള ശക്തിയും കൂടിയാണ് ഓരോ പ്രചോദനാത്മക പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം നമുക്ക് തരുന്നത്. അങ്ങനെ വളർന്നു വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൂടെ പോകുന്നു. നമുക്ക് വളരെ പരിമിതമായ സമയം ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേരാണ് ജ്യോതി റെഡ്ഡി. ഈ ജ്യോതി റെഡ്ഡി ഒരു 1989 ഇപ്പോഴുള്ള തെലങ്കാന സംസ്ഥാനത്തെ വാറങ്കൽ ജില്ലയിലെ നരസിംഹഗുഡം എന്ന കുഗ്രാമത്തിൽ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. ദിവസക്കൂലി 5 രൂപ. എന്നാൽ ഇതേ ജ്യോതി റെഡ്ഡി 2000 അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റിലുള്ള കീ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ IT കമ്പനി ഉൾപ്പെടെ കോടിക്കണക്കിന് ഡോളർ വിറ്റുവരവുള്ള 3 കമ്പനികളുടെ CEO. എങ്ങനെ ഈ മാറ്റം സംഭവിച്ചു?
അതാണ് ചിന്തകളിൽ വന്ന മാറ്റം. എല്ലാവർക്കും ഒരേ അവസ്ഥയുണ്ടാകും, പക്ഷേ അവരിൽ ചിലർ മാത്രം ആ അവസ്ഥകളെ നേരിടുന്നതിലെ വ്യത്യാസമാണ് അവരെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, മറ്റു മേഖലകളിലെല്ലാം വ്യത്യസ്തതയിലേക്ക്, ഉയരത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ ജ്യോതി റെഡ്ഡി കൊടും ദാരിദ്ര്യത്തിലാണ് വളർന്നു വന്നേ. ചെറുപ്പത്തിൽ അതുകൊണ്ട് ദാരിദ്ര്യം സഹിക്കവയ്യാതെ ജ്യോതിയെ പിതാവ് ഒരു അനാഥാലയത്തിലാക്കി. അപ്പോൾ അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ പ്രവേശനം കിട്ടണമെങ്കിൽ ഒരു കാര്യം, അച്ഛനോ അമ്മയോ മരിച്ചതായിരിക്കണം. അപ്പോൾ ജ്യോതിയുടെ പിതാവ് ഒരു കള്ളം പറഞ്ഞു, അവളുടെ അമ്മ മരിച്ചതാ. പിന്നെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കെ തന്നെ അമ്മ മരിച്ചതായിട്ട് ജ്യോതിക്ക് അഭിനയിക്കേണ്ടി വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന നിറഞ്ഞ അനുഭവമായിട്ടാണ് ജ്യോതി പറയുന്നത്. അങ്ങനെ ഓരോ അവധിക്കാലത്തും ജ്യോതി കാത്തിരിക്കും. ഒരു പഴയ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് പാവാടയും ബ്ലൗസും എല്ലാം കുത്തി നിറച്ച് തൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതും കാത്ത്. പക്ഷേ രാത്രി വൈകോളം ആ ഡോർമിറ്ററിയുടെ ഒരു അറ്റത്ത് പോയിരുന്നാലും ആരെയും കാണാതെ ഒടുവിൽ തൻ്റെ ഇരുണ്ട ആ ഒരു രാത്രിയിൽ ഡോർമിറ്ററിയുടെ മൂരയ്ക്ക് ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുമായിരുന്നു. ഓരോ അവധിക്കാലത്തും ജ്യോതി ജീവിച്ചത് മേട്ടൻ്റെ വീട്ടിലെ വീട്ടുജോലി ചെയ്തായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതും ജ്യോതിയുടെ വിവാഹം നടത്തി. ജ്യോതിയേക്കാൾ 10 വയസ്സിന് മൂത്ത ഒരകന്ന ബന്ധുവുമായിട്ട്. വിവാഹശേഷമെങ്കിലും തൻ്റെ ജീവിതാവസ്ഥകൾ മാറുമെന്ന് ജ്യോതി വിചാരിച്ചു. പക്ഷേ ജീവിതം കൂടുതൽ ദുസ്സഹമായി. ഭർത്താവ് കടുത്ത മദ്യപാനി, ഒപ്പം മോശം സ്വഭാവം. പക്ഷേ ആ സമയത്തും അതാണ് ജ്യോതിയുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു മാറ്റം. പ്രതിസന്ധി ഘട്ടങ്ങളിലും ജ്യോതിയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, നോ കണ്ടീഷൻ ഈസ് പെർമനൻറ്റ്. ഒരവസ്ഥയും സ്ഥായിയല്ല. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജമെന്ന് പറയുന്ന ആ ഒരു പ്രത്യാശയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളായിരിക്കും, അവഗണനയായിരിക്കും, തിരസ്കരണമായിരിക്കും, ഏകാന്തതയായിരിക്കും, രോഗങ്ങളായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിലെ പ്രശ്നങ്ങളായിരിക്കും, വർക്ക് ലോഡായിരിക്കും, സാമ്പത്തിക ക്ലേശങ്ങളായിരിക്കും, മക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കാം, ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കാം. ഏതവസ്ഥയിലും അവസ്ഥ മാറുമെന്നുള്ള ഒരു പ്രത്യാശ, അതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. അപ്പോൾ ജ്യോതി ചിന്തിച്ച നോ കണ്ടീഷൻ ഈസ് പെർമനൻറ്റ്. അങ്ങനെ ജ്യോതി പ്രൈവറ്റായിട്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നു, ഡിഗ്രി പഠിച്ചു. അപ്പോൾ ആ സമയത്ത് 17ാമത്തെ വയസ്സിൽ ജ്യോതിക്ക് 2 കുട്ടികളും കൂടെ ഉണ്ടായി. അതോടുകൂടി കൂലിപ്പണിക്ക് ഇറങ്ങി, ദിവസക്കൂലി 5 രൂപ. ഡിഗ്രി പഠിച്ചു, BEd എടുത്തു, ഒരു സാക്ഷരതാ ക്ലാസ്സിൽ അധ്യാപികയായി. അത് കഴിഞ്ഞൊരു സ്പെഷ്യൽ സ്കൂളിൽ അധ്യാപികയായി. അവിടെ 8 മണിക്കൂർ യാത്ര ചെയ്യണം ഡെയിലി. ട്രെയിനിൽ, ബസ്സിൽ, നടന്ന് യാത്ര ചെയ്ത് അവിടെ ചെല്ലണം, സ്കൂളിൽ ചെല്ലണം. ഏകാധ്യാപക വിദ്യാലയം, ഒരു അധ്യാപികയും 16 സ്പെഷ്യലി ഭിന്നശേഷിയുള്ള കുട്ടികളുമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ജ്യോതിക്ക് 500 രൂപ ശമ്പളം, വണ്ടിക്കൂലി തന്നെ 750 രൂപ. നമ്മളാണ് ആ ജോലി സ്വീകരിക്കുമോ? സ്വീകരിക്കുകയല്ല. പക്ഷേ ജ്യോതി സ്വീകരിച്ചു. ജ്യോതി പറഞ്ഞു, ഇതുവരെ എന്നെ കണ്ടത് സമൂഹം ഒരു കൂലിപ്പണിക്കാരിയായിട്ട്, പക്ഷേ ഈ ജോലിയിലൂടെ എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് മാറും. പക്ഷേ അവിടെയും ജ്യോതി ചിന്തിച്ചു, സോഷ്യൽ സ്റ്റാറ്റസ് മാത്രം പോരാ, വരുമാനവും വേണം. അപ്പോൾ എക്സ്ട്രാ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് സാരി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഡെയിലി ഒരു 100 രൂപ അഡീഷണൽ ഇൻകം കിട്ടി. ലൈഫ് അത്യാവശ്യം ഒന്ന് സെക്യൂറായി. ആ കുട്ടികളോട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അപ്പോൾ കുട്ടികൾ ആ ടീച്ചറിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തു, കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു, സ്കൂളിൽ പ്രൊമോഷൻ കിട്ടി. ആ സമയത്ത് അമേരിക്കയിൽ നിന്നൊരു ഫാമിലി അവരുടെ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവരുടെ ഫാമിലി ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ ജ്യോതിക്കും ഒരു ചിന്ത, എനിക്കും അമേരിക്കയിൽ പോകണം. ഏതൊരു ലക്ഷ്യവും നേടിയെടുക്കാൻ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് ഒരു ചിന്തയാണ്, ഒരു സ്വപ്നമാണ്. ചിറകുള്ള സ്വപ്നങ്ങൾ എന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന സ്വപ്നങ്ങൾ. ഇന്ന് ലോകത്തിലെ മഹാത്ഭുതങ്ങളെല്ലാം ഒരിക്കലും ഒരു ചിന്തയായിരുന്നു. ബുർജ് ഖലീഫയാണ്, എന്തുവാകട്ടെ. അപ്പോൾ ജ്യോതി ചിന്തിച്ച് എനിക്ക് അമേരിക്കയിൽ പോകണം. ഒരു കുഗ്രാമത്തിലെ തെലുങ്ക് മാത്രം അറിയാവുന്ന പെൺകുട്ടി, സാമ്പത്തിക സ്ഥിതിയില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, ഒന്നുമില്ല. പക്ഷേ കുറേശ്ശെ പൈസ സേവ് ചെയ്ത് അവസാനം ഒരു ചെറിയ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിച്ച് അമേരിക്കയിലേക്ക് പറന്നു. അവിടെ ചെന്നപ്പോൾ നാട്ടിൽ വെച്ച് കണ്ട പരിചയപ്പെട്ട ഫാമിലിയിൽപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയില്ല. ഉടനെ പട്ടിണി കടന്നു, ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവസാനം ഒരു റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടി. അവിടെ ജ്യോതിക്ക് ആകെ അറിയാവുന്ന ഭാഷ തെലുങ്ക് മാത്രം, ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ നാട്ടിൽ വെച്ചൊരു വൈദികൻ ഒരു ഇംഗ്ലീഷ് ബൈബിൾ സമ്മാനമായി കൊടുത്തിരുന്നു. അപ്പോൾ അതിലെ 1-2 വരികൾ കാണാതെ പഠിച്ചത് കാണാതെ പറയും ആരെങ്കിലും ഫോൺ ചെയ്താൽ. നമ്മുടെ കിലുക്കം സിനിമയിൽ ജഗതി പറയുന്ന പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഇന്ന് ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ ഒത്തിരി അവഹേളിക്കപ്പെട്ടു. ഒടുവിൽ ആ ജോലിയും നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധി. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പം നമ്മൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഈശ്വരന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന വഴിക്കും അപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലണം. എല്ലാ പ്രതിസന്ധിയും നമ്മളെ തകർക്കാനല്ല. ജ്യോതിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതിൽ ഉയരത്തിലേക്ക് ജ്യോതി വളരണമെന്നായിരുന്നു. ജോലി നഷ്ടപ്പെടാൻ കാരണം അമേരിക്കയിൽ വിസിറ്റിംഗ് വിസയിൽ ജോലി ചെയ്യുന്നത് ഇല്ലീഗലാണ്, വർക്ക് പെർമിറ്റ് വേണം. അങ്ങനെ ഒത്തിരി ശ്രമത്തിനൊടുവിൽ വർക്ക് പെർമിറ്റ് കിട്ടിയപ്പം ജ്യോതിക്കൊരു ചിന്ത,
അമേരിക്കയിൽ ഏതാണ്ട് 1 കോടി ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. നമ്മൾ ന്യൂയോർക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഗത്ത് ഈ ചൈനക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഡ്രാഗൻ്റെ പടമുള്ള ഈ ഗേറ്റൊക്കെ കാണാം. അപ്പോൾ അവിടെ ഈ ചക്കയൊക്കെ മുറിച്ചവർ വിൽക്കുന്നുണ്ട്, സ്ട്രോബെറീസൊക്കെ. അപ്പോൾ നമ്മളവരോട് ചോദിക്കുക, നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ചക്കയൊന്നും കഴിച്ചില്ല, എത്രയാ ചക്കയ്ക്ക് വില എന്ന് നമ്മൾ ഇംഗ്ലീഷ് ചോദിച്ചാൽ അവർ ചൈനീസ് മറുപടി പറയും. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. 10-12 വർഷമായിട്ട് ന്യൂയോർക്കിൽ താമസിക്കുക. അങ്ങനെ ഏതാണ്ട് 1 കോടി ഇല്ലീഗൽ ഇമിഗ്രൻസ്, ലാംഗ്വേജ് അറിയാത്തതിൻ്റെ പേരിൽ, പ്രൊസീജിയേഴ്സ് അറിയാത്തതിൻ്റെ പേരിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ചെറിയ സ്ഥാപനം അത് തുടങ്ങി പടിപടിയായിട്ട് ഉയർന്നു. ഇന്ന് കോടിക്കണക്കിന് വിറ്റുവരവുള്ള 3 അമേരിക്കൻ കമ്പനികളുടെ CEO ആണ് ജ്യോതി റെഡ്ഡി. ഞാൻ കണ്ട അമേരിക്ക, വിജയത്തിൻ്റെ അമേരിക്കൻ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ ജ്യോതി റെഡ്ഡിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പ്രചോദനാത്മക ഇൻ്റർവ്യൂ തന്നെയുണ്ട്. അമേരിക്കയിൽ വെച്ച് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ജ്യോതി അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ വെച്ചാണ് ജ്യോതി എന്നോട് ജ്യോതിയുടെ ജീവിതകഥ പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മലയാള മനോരമയിൽ 2012 പബ്ലിഷ് ചെയ്ത കവർ സ്റ്റോറിയായിട്ട് സൺഡേ സപ്ലിമെൻ്റിൽ പബ്ലിഷ് ചെയ്ത ആ ലേഖനത്തിന് ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പരമോന്നത ദേശീയ ബഹുമതി നേടാനും ദൈവം എനിക്ക് അവസരമുണ്ടാക്കി. താങ്ക് യു. ഇന്ന് ഒത്തിരിയേറെ പുസ്തകങ്ങളിലൂടെ, പ്രചോദനാത്മക പുസ്തകങ്ങളിലൂടെ ആ ഒരു ദൗത്യം തുടരുകയാണ്. ജയിക്കാനായി ജനിച്ചവർ, ഭിന്നശേഷിയുള്ള അവസ്ഥയിൽ നിന്ന് ഒളിമ്പിക്സിൽ വരെ വിജയിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ. ഐ ക്യാൻ വിൻ. അമേരിക്കയിൽ വെച്ചായിരുന്നു ഈ പുസ്തകം പ്രകാശിപ്പിച്ചത്. കൊളറാഡോ സ്റ്റേറ്റിൽ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ കോൺഫറൻസിലായിരുന്നു. ഇപ്പം 15ാം പതിപ്പിലേക്ക് ഗ്ലോബൽ ബെസ്റ്റ് സെല്ലറായിട്ട് വന്നു. നേടാം സ്വപ്നങ്ങൾ പരിധിയില്ലാതെ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വെക്കാതെ വലിയ രീതിയിൽ ചിന്തിക്കുക. ഡ്രീം ബിഗ്, തിങ്ക് ബിയോണ്ട്. ഒപ്പം ജീവിതത്തിലെ തോൽവികളെ എങ്ങനെ വിജയങ്ങളാക്കുക. 25ാം പതിപ്പിലേക്ക് വന്ന ഒരു പുസ്തകമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, അപമാനങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അതിനെ എങ്ങനെ നേരിട്ടുകൊണ്ട് വിജയത്തിലേക്ക് വരാമെന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ മനഃശക്തിയിലൂടെ ജീവിത വിജയം. നമ്മുടെ മനസ്സിന് വലിയ ശക്തിയുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. അപ്പോൾ നമ്മൾ പ്രസാദാത്മകമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും. നെഗറ്റീവായിട്ടാണ് ഫുൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ റിസൾട്ടും അത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ശാസ്ത്രശാഖയിൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ചിന്തകൾക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് പറയുന്നത്. എങ്ങനെ ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ജീവിതം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പോലും സഭാകമ്പം ഉണ്ടായിരുന്നയാളാണ്. ഇന്ന് പല രാജ്യങ്ങളിൽ, അമേരിക്ക, നെതർലൻഡ്സ്, ജർമ്മനി, മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മലയാളം, ഇംഗ്ലീഷ്, തമിഴ് 3 ഭാഷകളിൽ ടോക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറീസിനുൾപ്പെടെ നമ്മുടെ ഈ ഗവേണൻസിൻ്റെ തുടക്കത്തിൽ വിവിധ ബാച്ചുകൾക്ക് ഫുൾ ഡേ സെഷൻ വീതം എടുക്കുകയുണ്ടായി. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ മുഴുവൻ സ്റ്റാഫിനും ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലും റെസിഡൻസിയിലും വെച്ച് നമ്മുടെ ഈ ഗവേണൻസിന് മുന്നോടിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിങ് എടുക്കാനും കേരള ഗവൺമെൻറ് എന്നെ നിയോഗിച്ചതിലും ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിക്ക് ആകെയുള്ളത് 2 കുടവാണ്. ഇപ്പോൾ മുത്തശ്ശി എല്ലാ ദിവസവും ഈ കുടം എടുത്തുകൊണ്ട് വെള്ളം കോരാനായിട്ട് പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് വെള്ളം നിറച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തും. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേന് ഒരു കുടത്തിൽ നിറയെ വെള്ളമുണ്ട്, 2ാമത്തെ കുടത്തിൽ ആകെ കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ മുത്തശ്ശി ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. എല്ലാ ദിവസവും പതിവ് പോലെ വെള്ളം കോരാൻ പോകും, വെള്ളം കോരി തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെയൊക്കെ ഒരു ദിവസം നമ്മുടെ ഈ ഒരു കുടത്തിൽ കുറച്ച് വെള്ളമുള്ള അതിനൊരു കാരണമുണ്ട്. ആ കുടത്തിനൊരു ഓട്ടയുണ്ടായിരുന്നു, ഒരു സുഷിരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടക്കുടത്തിന് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു അപകർഷതാബോധം. അപ്പോൾ ആ ഓട്ടക്കുടം നല്ല കുടമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി. പലപ്പോഴും നമുക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാകാറുണ്ടല്ലോ. മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തി, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, കസിൻസ് ആയിരിക്കാം, അയൽവക്കത്തുള്ളവരായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവർ, അവർക്ക് എന്തൊക്കെയുണ്ട് എനിക്ക് എന്തൊക്കെ ഇല്ല, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ളവരായിരിക്കാം. അങ്ങനെ ഓട്ടക്കുട ഒരു ദിവസം വലിയ അപകർഷതാബോധത്തോടെ തലയൊക്കെ ചൊറിഞ്ഞ് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഇല്ല ഒന്നുമില്ല. അപ്പോൾ ചോദിച്ചു, എന്താ മുഖത്തൊരു വൈക്ലഭ്യം? ഞാൻ പറഞ്ഞു, അല്ല മുത്തശ്ശി അങ്ങക്ക് 2 പേർക്കും വേണ്ടി ഒരുപോലെയല്ലേ അധ്വാനിക്കുന്നേ? അതെ, പക്ഷേ ആ കുടത്തിന് മുത്തശ്ശിക്ക് നിറയെ വെള്ളം തരാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കാകട്ടെ ഒരു ഇച്ചിരി വെള്ളമേ തരാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്ത എന്നെ ചവിട്ടിക്കൂട്ടി ഏതെങ്കിലും ആക്രി കച്ചവടക്കാർക്ക് കൊടുത്തോളൂ, എന്നെക്കൊണ്ട് മുത്തശ്ശിക്ക് അത്രയെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് ഈ ഓട്ടക്കുടം മുത്തശ്ശിയോട് പറഞ്ഞു. ഉടനെ മുത്തശ്ശി ഒരു ചിരി. ഉടനെ ഓട്ടക്കുടം ചോദിച്ചു, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പം മുത്തശ്ശി അതിനെ ചിരിച്ചു തള്ളുവാണോ? ഉടനെ മുത്തശ്ശി പറഞ്ഞ അല്ല. എന്നിട്ട് ഈ ഓട്ടക്കുടത്തെ എടുത്തുകൊണ്ട്
എല്ലാ ദിവസവും അവർ നടന്നു വരുന്ന വഴിയുടെ ഒരറ്റത്ത് നിന്ന് ദൂരേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ദൂരേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അവരെല്ലാ ദിവസവും നടന്നു വരുന്ന വഴിയുടെ ഓരത്തെല്ലാം പലതരത്തിലുള്ള പല നിറത്തിലുള്ള പൂച്ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. അവയിലെല്ലാം ചിത്രശലഭങ്ങളും കൊച്ചുകിളികളും വണ്ടുകളുമെല്ലാം വന്നിരുന്ന് തേൻ നുകരുന്നു. വയോധികരും നവദമ്പതികളും കുട്ടികളും കമിതാക്കളുമെല്ലാം അവിടെ സന്തോഷത്തോടെ ആ പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓട്ടക്കുടം വലിയ സന്തോഷത്തോടെ ആശ്ചര്യത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി എത്ര മനോഹരമായ കാഴ്ചയാണ്, ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഇവിടെയുള്ളത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളിൽ ഓടിപ്പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കുടുംബാംഗങ്ങളിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള നാട്ടിലേക്ക് പല മുഹൂർത്തങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു, നമ്മുടെ മുമ്പിലൂടെ അത് പാസ് ചെയ്യുമ്പം. എന്നിട്ട് ഈ ഓട്ടക്കുടം പറഞ്ഞു, അനേകം ആളുകൾക്ക് സന്തോഷം പകരുന്ന ഈ ഒരു പൂന്തോട്ടം ഇവിടെ സൃഷ്ടിച്ചതാരാ? ഉടനെ മുത്തശ്ശി പറഞ്ഞു, അത് മറ്റാരുമല്ല, നീയാ. ഞാനോ? അതെ, നിനക്കൊരു കുറവുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. നിൻ്റെ ആ കുറവിനെ എങ്ങനെ ഒരു നിറവാക്കി കഴിവാക്കി അനുഗ്രഹമാക്കി മാറ്റിയെടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എല്ലാ ദിവസവും നീയുമായിട്ട് വരുന്ന വഴിയിലെല്ലാം പലതരത്തിലുള്ള പൂച്ചെടികളുടെ വിത്തുകൾ ഞാൻ പാകിയിരുന്നു. ആ പൂച്ചെടികളുടെ വിത്തുകളിലെല്ലാം ഓരോ ദിവസവും വെള്ളമൊഴിച്ച് അവയെ നനച്ച് വളർത്തി വലുതാക്കി ഒരു ഉദ്യാനമാക്കി മാറ്റിയത് നീയാണെന്ന് പറഞ്ഞപ്പോഴാണ് തൻ്റെ ഒരു കുറവിനെ എങ്ങനെ ഒരു നിറവാക്കി അനുഗ്രഹമാക്കി കഴിവാക്കി മുത്തശ്ശി മാറ്റിയതെന്ന് ആ ഓട്ടക്കുടത്തിന് ബോധ്യമായത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ജോലിയിലും ബിസിനസ്സിലും എല്ലാം പലതരത്തിലുള്ള കുറവുകൾ നമുക്ക് കണ്ടേക്കാം, പലതരത്തിലുള്ള പോരായ്മകൾ കണ്ടേക്കാം. നമ്മുടെ ആ കുറവുകളിലേക്ക് മാത്രം ഏതൊക്കെ പോരായ്മകളാണ് എനിക്കുള്ളത് എന്നതിലേക്ക് മാത്രം നമ്മൾ നോക്കിയിരിക്കുമ്പം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അപകർഷതാബോധവും നിരാശയും ഉത്കണ്ഠയും അസന്തോഷവും അസംതൃപ്തിയും എല്ലാം പറയും. അതിനു പകരം നമ്മുടെ കുറവുകളെയും നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ കുറവുകളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നാം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ കുറവുകളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ആ കുറവുകളിൽ നിന്ന് വലിയ ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും. അതിന് ഞങ്ങളുടെ ഓരോ പ്രചോദനാത്മക പുസ്തകങ്ങളും അതിന് വഴിതെളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇത്രയും സമയം ഈ ഒരു പ്രചോദനാത്മക സാഹിത്യത്തെക്കുറിച്ചുള്ള ഈ ഒരു പ്രഭാഷണത്തിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പുസ്തകങ്ങളും ബിയോണ്ട് ബുക്സിൻ്റെ സ്റ്റോളിൽ ലഭ്യമാണ്. A130 ആണ് സ്റ്റോൾ നമ്പർ. ഒപ്പം ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ ഈ രാജ്യാന്തര പുസ്തകോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനും ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ സാറിനും ഇതിന് മുഖ്യ ചുമതലക്കാരനായ നിയമസഭാ സെക്രട്ടറി ബഷീർ സാറിനും മറ്റ് ചുമതലയുള്ള എല്ലാവർക്കും ഏറ്റവും സജീവമായിട്ട് ആ പുസ്തകങ്ങളോടുള്ള താല്പര്യമുറയോടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.